യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് വന്നെത്തി നിൽക്കുന്നത് വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിലുള്ള കൂരാച്ചുണ്ട് സെയിന്റ് തോമസ് ഫൊറോന ദേവാലയങ്കണത്തിലാണ്. ആരാണ് യഥാർത്ഥത്തിൽ തോമസ് ലീഹ? നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാലോ, തോമസ് ലീഹ ആരാണെന്ന്? നമ്മുടെ ഓഡിയൻസിന് അറിയോ നോക്കാല്ലേ? അതെ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കയ്യിൽ ഉത്തരമുള്ളതുകൊണ്ട് ചെറിയൊരു ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താലോ? അതെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. യേശു ക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ. യൂദസ്, തോമസ്, ദീദിമോസ്, മാർത്തോമ എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തി. യേശുവിന്റെ ഊർജ്ജസ്വലനായ ധൈര്യശാലിയായ ശിഷ്യൻ. ക്രിസ്തുവർഷം 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. വിശ്വാസത്തിൽ നമ്മുടെ പിതാവ്. തോമസ് ലിഹായുടെ വിശേഷണങ്ങൾ പറയണമെങ്കിൽ ഇനിയും ഒത്തിരിയേറെയുണ്ട്. ഇത്രയേറെ വിശേഷണങ്ങളുള്ള നമ്മുടെ തോമസ് ലീഹായുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ക്വിസ് ടൂർണമെന്റിന്റെ പാർട്ടിസിപ്പൻസിനെ നമുക്കൊന്ന് ക്ഷണിച്ചാലോ? നമുക്ക് ഇനി ബാക്കി നിൽക്കുന്നത് 3 പാർട്ടിസിപ്പൻസ് ആണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ 3 പാർട്ടിസിപ്പൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ കുഞ്ഞു മിഷണറിമാർ സ്വാഗതം. ആരാണ് അടുത്തതായി പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഓഡിയൻസും മത്സരാർത്ഥികളും ഒരുപോലെ എക്സൈറ്റഡ് ആയിരിക്കും. ആരാണ് അടുത്തതായിട്ട് ഇനി നമ്മുടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നതെന്ന്. അതുപോലെ നമ്മുടെ പാർട്ടിസിപ്പൻസും എക്സൈറ്റഡ് ആണ്. അപ്പോ ആരാണെന്ന് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഏതായാലും നമ്മൾ ഗെയിമുകളിലൂടെയാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്കുള്ള കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഗെയിം നമ്മുടെ പാർട്ടിസിപ്പൻസ് കളിക്കണ്ട അല്ലേ? വേണ്ട. ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇവരുടെ പേരൻസിനൊന്ന് ക്ഷണിച്ചാലോ? നമുക്ക് വളരെ സ്നേഹത്തോടെ നമ്മളുടെ പാർട്ടിസിപ്പൻസിന്റെ പേരൻസിനെ സ്വാഗതം ചെയ്യാം. എല്ലാവരും വന്നേക്കുവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മത്സരം എന്താന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തേക്കാം. എളുപ്പമുള്ളൊരു മത്സരമാണ്, എല്ലാവർക്കും കളിച്ചു ജയിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഗെയിം ഒന്ന് പറഞ്ഞേക്കാം. ഈശോയ്ക്ക് എത്ര അപ്പസ്തോലന്മാരുണ്ട്? 12. എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവർക്കൊരു 10 സെക്കൻഡ് കൊടുക്കാം. ഈ 10 സെക്കൻഡില് ഏറ്റവും കൂടുതൽ 12 സ്ലീഹന്മാരുടെ പേര് പറയുന്ന മത്സരാർത്ഥിയുടെ പേരൻ്റായിരിക്കും വിജയിക്കുക. ആ മത്സരാർത്ഥി ആയിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ അടുത്തതായിട്ട് കയറാനായിട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് മൈക്ക് നമ്മുടെ പേരൻസിന് കൊടുത്തോളൂ. 15 സെക്കൻഡ് ആണ് നിങ്ങൾക്കുള്ള സമയം. 15 സെക്കൻഡിന്റെ ആവശ്യം അവർക്ക് വേണ്ടി വരും. നമുക്കൊരു 10 സെക്കൻഡ് കൊടുത്താൽ പോലെ. അതെ, പേരൻസ് അല്ലേ. 10 സെക്കൻഡിനകത്ത് ഏറ്റവും കൂടുതൽ അപ്പസ്തോലന്മാരുടെ പേര് പറയാം. 12 പേരെയും പറയാൻ പറ്റുമെങ്കിൽ 12 പേരെയും പറഞ്ഞു. നമുക്ക് ഇന്ന് അവിടെ നിന്ന് തുടങ്ങിയല്ലോ. ചേട്ടൻ ഫുൾ കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതെ. സോ ഗെയിം സ്റ്റാർട്ട്സ് നൗ. പത്രോസ്, പൗലോസ്, ലൂക്ക, യോഹന്നാൻ, തോമസ് ലീഹ, യൂദാസ്. സ്റ്റോപ്പ്. 4 പേരെയാ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് പൗലോസ് ലീഹായും ലൂക്കായും ശിഷ്യന്മാരായിരുന്നു. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം അല്ലേ?
റെഡി അല്ലേ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. പത്രോസ്, പൗലോസ്, തോമസ്, യൂദാസ്, യാക്കോബ്. സ്റ്റോപ്പ്. എത്ര എണ്ണം പറഞ്ഞു? 4 പേര്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വേറെ മത്സരം നടത്തേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ നോക്കാം. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ദിദിമോസ്, ഒറ്റുകാരൻ യൂദാസ്. സ്റ്റോപ്പ്. 5 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരെണ്ണത്തിന്റെ വ്യത്യാസത്തില് നമ്മുടെ തോബിത്തിന്റെ പേരന്റ് ആണ് ഇന്നത്തെ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത്. ഒരു കയ്യടി കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത് ആരാണ്? നമ്മുടെ തോബിത്താണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ബാക്കി പാർട്ടിസിപ്പൻസ് വിഷമിക്കണ്ട, പേരൻസ് വിഷമിക്കണ്ട. നമുക്കിനി ഒരു ഗെയിമും കൂടി ഉണ്ട്. നമുക്ക് നോക്കാം അടുത്തതായിട്ട് ആരാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാനായിട്ട് അർഹനായിരിക്കുന്നത് തോബിത്താണ്. നല്ല കയ്യടികളോടെ നമുക്ക് തോബിത്തിനെ സ്വാഗതം ചെയ്യാം. തോബിത്തെ, പ്രേക്ഷിത വാഹിനിയിൽ കയറിയാലോ? അതിനു മുന്നേ നമുക്ക് തോബിത്തിന്റെ പ്രൊഫൈൽ ഒന്ന് കണ്ടാലോ? തോബിത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. പ്രൊഫൈൽ കാണാം. ഹലോ, എൻ്റെ പേര് തോബിത്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ ചകിട്ടപ്പാറയിൽ നിന്ന് വരുന്നു. ചകിട്ടപ്പാറയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പെരുവണ്ണാമൂഴി ഡാം ഇതുപോലെയുള്ള വളരെ മനോഹരമായ സ്ഥലങ്ങൾ ചകിട്ടപ്പാറയ്ക്ക് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും കുറച്ചകലെ മാറിയാണ് എൻ്റെ പള്ളി, സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. കാണാതെ പോയ വസ്തുക്കളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന സെൻറ്റ് ആൻ്റണിയുടെ നാമത്തിൽ ഉള്ള പള്ളിയാണ്. പള്ളിയിലൊക്കെ ഇങ്ങനെ പോയി അന്തോണീസ് പുണ്യാളോട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലായ്പ്പോഴും എനിക്ക് വളരെ സന്തോഷം ലഭിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചെറുപ്പം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉള്ള കഴിവ് ദൈവത്തിന് വേണ്ടി അർപ്പിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഗിറ്റാർ വായിക്കാനും പാട്ട് പാടാനും അതൊക്കെ ദൈവം എനിക്ക് തന്നൊരു കഴിവാണ്. അപ്പം ആ കഴിവിലൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ഉള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു സംഭവമാണ്. ഗിറ്റാറൊക്കെ നല്ല രീതിയിൽ പ്ലേ ചെയ്യുമല്ലോ. തോബിത്ത് നിസ്സാരക്കാരനല്ല. നമുക്ക് ഒരു റൗണ്ട് കഴിയുമ്പോൾ തോബിത്തിന്റെ ഗിറ്റാർ പ്ലേ ചെയ്ത് കേൾക്കണ്ടേ? എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ റൗണ്ടുകൾ ആരംഭിക്കണം. അപ്പൊ നമുക്ക് പ്രേക്ഷിത വാഹിനിയിൽ കയറാം. 4 റൗണ്ട്സ് ആണുള്ളത്. അതിൽ ഏത് റൗണ്ടാണ് തോബിത്ത് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ജെറുസലേം റൗണ്ടിൽ വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിരിക്കും ജെറുസലേം റൗണ്ടിൽ തോബിത്തിനെ കാത്തിരിക്കുന്നത്. ചോദ്യം കണ്ടാലോ? സഭയിലെ ആദ്യത്തെ സൂനഹദോസ് എന്ന് വിശേഷിപ്പിക്കുന്ന സമ്മേളനം. 4 ഓപ്ഷൻസ് ആണുള്ളത്. ജെറുസലേം സൂനഹദോസ്, വത്തിക്കാൻ സൂനഹദോസ്, റോമൻ സൂനഹദോസ്, നിക്യ സൂനഹദോസ്. ഏതാണ് ഉത്തരം? ജെറുസലേം സുനഹദോസ്. ജെറുസലേം സൂനഹദോസ് ഉറപ്പാണോ? ഉറപ്പാണ്. തോബിത്തിന് ഉറപ്പാണെങ്കിൽ ആൻസർ നോക്കിയാലോ? നോക്കാം. ജെറുസലേം സൂനഹദോസ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. തോബിത്ത് ആദ്യത്തെ ചോദ്യം തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ റൗണ്ടിൽ ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഡയറക്റ്റ് ചോദ്യമാണ്. ചോദ്യം നോക്കിയാലോ? നോക്കാം. എന്താണ് സൂനഹദോസ്? ജെറുസലേം റൗണ്ടിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സൂനഹദോസ്? സഭയുടെ ഭരണക്രമീകരണങ്ങൾക്ക് ആവശ്യമായ നിയമനിർമ്മാണം നടപ്പാക്കുന്നതിന് സഭാ മേലധ്യക്ഷൻ വിളിച്ചു കൂട്ടുന്ന പ്രത്യേക സമ്മേളനം. ഉത്തരം ചെക്ക് ചെയ്താലോ? ഉത്തരം ശരിയാണ്. സഭയുടെ ഭരണക്രമീകരണങ്ങൾക്ക് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് സഭാ മേലധ്യക്ഷൻ വിളിച്ചുകൂട്ടുന്ന പ്രത്യേക സമ്മേളനമാണ് സൂനഹദോസ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലെ 2 ചോദ്യത്തിനും തോബിത്ത് കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഒട്ടും വൈകിക്കാതെ ഈ ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം അങ്ങ് കൊടുത്താലോ?
സമ്മാനം കൊടുത്ത് അങ്ങ് നമ്മ തോപിത്തിനൊന്ന് ഉഷാറാക്കിയേക്കാം അല്ലേ? അതെ. തോപിത്തെ, എന്തോ എന്തൊക്കെയാണ് ഹോബീസ്? പാട്ട് പാടും, ഗിറ്റാർ വായിക്കും, ഇതൊക്കെ തന്നെ. ഗിറ്റാർ നന്നായിട്ട് വായിക്കും എന്നാ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കേട്ടാലോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഗിറ്റാർ പ്ലേ ചെയ്യാമോ? പിന്നെന്താ. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my way. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Mountain runs deep, your grace is small. Where grace is found is where you are. And where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. തോപിത്തെ, നമുക്ക് തിരിച്ച് പ്രേക്ഷിത വാഹിനിലോട്ട് കയറിയാലോ? നമ്മുടെ ബാക്കി റൗണ്ട്സ് കളിക്കണ്ടേ? കളിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല കയ്യടി കൊടുത്ത് നമുക്ക് തോപിത്തിനെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റാം. തോപിത്ത്, അങ്ങനെയാണെങ്കിൽ തോപിത്തെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. ഏത് റൗണ്ടാ വേണ്ടത്? ആജൻഡസ്. തോമസ് ലീഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷനാണുള്ളത്, സെന്റ് തോമസ് അതുപോലെ തന്നെ മിഷൻ. സെന്റ് തോമസ് ആണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് തോബിത്ത് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസ് ആണ് തോബിത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കിയാലോ? നോക്കാം. ക്രിസ്തു ശിഷ്യൻ ആകും മുൻപ് തോമസ് ലീഹായുടെ തൊഴിൽ എന്തായിരുന്നു? ചുങ്കക്കാരൻ, ആശാരിപ്പണിയും മീൻപിടുത്തവും, നികുതി പിരിവും കണക്ക് നോട്ടവും, ആടുകളെ മേയ്ക്കൽ. ആശാരിപ്പണിയും മീൻപിടുത്തവും. ആശാരിപ്പണിയും മീൻപിടുത്തവും. തോമസ് ലീഹ ആശാരിപ്പണിക്കാരനും മീൻപിടുത്തവും ഒക്കെ ആയിട്ടായിരുന്നോ ജീവിച്ചിരുന്നത്? അതെ. അത്ര ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയെങ്കിൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ റൗണ്ട് നമുക്ക് നോക്കിയാലോ? ഉത്തരം ശരിയാണോ അല്ലയോ എന്ന്. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. അങ്ങനെ ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യവും തോബിത്ത് ശരിയാക്കിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി ഈ സമയത്ത് നമ്മുടെ തോബിത്തിന് വേണം. നല്ലൊരു കൈയടി നൽകാൻ നമുക്ക് തോബിത്തിന് വേണ്ടി. തോബിത്തെ, ഈ റൗണ്ട് കഴിഞ്ഞില്ല, ഇനി ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി നമുക്കുണ്ട്, അതുകൂടി നോക്കിയാലോ? നോക്കാം. ചോദ്യം ഇതാണ്: ഗ്ലോബൽ മിഷൻ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബൽ മിഷൻ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ മാസത്തിലെ അവസാന ഞായറാഴ്ച തൊട്ട് മുന്നുള്ള ഞായറാഴ്ച. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഉത്തരം നോക്കിയാലോ? ഉത്തരം നോക്കാം. നോക്കാം. ഒക്ടോബർ മാസത്തിലെ അവസാനത്തേതിന് മുൻപുള്ള ഞായറാഴ്ച. ഉത്തരം ശരിയാണ്. ശരിയാണ്. എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ഒരു കൈയടി കൊടുക്ക്.
2 റൗണ്ടിനും സമ്മാനം നേടിയിട്ടും തോബിത്ത് ഇപ്പോഴും കൂളായിട്ട് നിൽക്കാണ്. ഇതൊക്കെ സിമ്പിൾ ആണെന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിന്റെ സമ്മാനം വേണ്ടേ? സമ്മാനം കൊടുത്താലോ നമുക്ക് ഈ റൗണ്ടിലെ? തോബിത്തിന്റെ രണ്ടാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? അവരുടെ സമയമാണിത്. അങ്ങനെയെങ്കിൽ ഓഡിയൻസിനായിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. കരുണയുടെ വിശുദ്ധ വർഷമായി ഏത് വർഷത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്? അവിടെ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. 2 പേര് കൈപൊക്കി. പക്ഷെ ആദ്യം കൈപൊക്കിയത് നമ്മളുടെ ചേച്ചിയാണ്. ചേച്ചി, നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് വരൂ. ഉറപ്പാണോ? ഓഡിയൻസിൽ നിന്ന് ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഉത്തരമുണ്ടോ? അങ്ങനെയെങ്കിൽ കരുണയുടെ വിശുദ്ധ വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് 2016. ഒരു നല്ല കയ്യടി കൊടുത്തത്. എന്ത് വെയിറ്റ് ചെയ്യുന്ന? ആൻസർ കറക്റ്റ്ലി നമ്മുടെ ചേച്ചി പറഞ്ഞത്. ചേച്ചിയുടെ പേരൊന്ന് പറയോ? സിനി ചേച്ചിയാണ്. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ സമ്മാനം കൊണ്ടുപോയിരിക്കുന്നത്. സമ്മാനം കൊടുക്കണ്ടേ? ആ സമ്മാനം അങ്ങ് വാങ്ങുമ്പോഴുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. നമുക്കിതൊരു കാര്യം ചെയ്താലോ? തോബിത്ത്, അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. തോബിത്തിന്റെ 3ാമത്തെ റൗണ്ടാണ്. ഏതാണ് വേണ്ടത്? ജെറിക്കോ റൗണ്ട് വിഷ്വൽ റൗണ്ട് ആണ്. ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യും. ആ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ തോബിത്തിന് നോട്ട് ചെയ്യാനായിട്ട് നോട്ട് പാഡ് ഇവിടെ തരുന്നതാണ്. ഞാൻ ഫാദർ സജി ചേരിയാന്തട MST, കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ഇളംകുളം ഇടവകാംഗമാണ്. 1997 ജനുവരി 3-ാം തീയതിയായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. അതിനുശേഷം കഴിഞ്ഞ 26 വർഷമായിട്ട് സാംഗ്ലി മിഷനിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. 2021 മെയ് 1-ാം തീയതിയാണ് ഞാൻ ജീവദാനിൽ വന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യേശുവിൻ്റെ ഈ വചനത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 2000 ആണ്ട് ജൂലൈ 17-ാം തീയതിയാണ് ജീവദാൻ ബഹുമാനപ്പെട്ട ഐത്തമറ്റത്തിൽ ജോസഫ് അച്ഛനും സാംഗ്ലി മിഷൻ്റെ ഇന്നത്തെ റീജിയണൽ ഡയറക്ടറായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഞള്ളിയിൽ ജോബി അച്ഛനും കൂടി ഈ സ്ഥാപനം ആരംഭിച്ചത്. ജീവദാൻ സ്പെഷ്യൽ സ്കൂൾ ബുദ്ധിപരമായ വൈകല്യമുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഉള്ളത്. ഈ അധ്യയന വർഷത്തിൽ ഇവിടെ 57 വിദ്യാർത്ഥികളാണുള്ളത്. അവരുടെ സേവനത്തിനായിട്ട് 10 അധ്യാപകരും 10 അനധ്യാപകരും MSJ സമൂഹത്തിലെ 3 സിസ്റ്റേഴ്സും ഒരു റീജൻസി ബ്രദറും സേവനമനുഷ്ഠിച്ചു വരുന്നു. വീഡിയോ കണ്ടില്ലേ? തോബിത്ത്, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. ഫാദർ സജി ചകരിയാംതടം MST സാംഗ്ലി മിഷനിൽ എത്ര വർഷമായി സേവനം ചെയ്യുന്നു? ആ വീഡിയോ കണ്ട ഓർമ്മയിൽ നിന്ന് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 26. കുറേ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായല്ലേ? ഉറപ്പാണോ 26 ആണെന്ന്? ഉറപ്പിക്കാം. നമുക്കെങ്കിൽ ഒത്തിരി ടെൻഷൻ അടുപ്പിക്കാതെ ആൻസർ കറക്റ്റ് ആണോ നോക്കിയാലോ? അതെന്തായാലും ചെക്ക് ചെയ്തേക്കാം. 26 എന്നാണ് പറഞ്ഞത്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം. തോബിത്ത് എന്തായാലും ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ ആയി. ഇതേ
സിമ്പിൾ ആയിട്ട് ആൻസർ കറക്റ്റ് ആയി. അപ്പോൾ ഈ റൗണ്ടിൽ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ ചോദ്യം തോപിത്ത് ശരിയാക്കിയിട്ടുണ്ട്. ഈ റൗണ്ടിലെ സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുക്കണം. അങ്ങനെ 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ തോപിത്തിന്റെ വശത്ത് 3 സമ്മാനങ്ങളാണ് ഇരിക്കുന്നത്. തോപിത്ത് വളരെ ആകാംക്ഷയോടെ അടുത്ത റൗണ്ടിന് വേണ്ടി ഇരിക്കുകയാണ്, 4ാമത്തെ റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചോദ്യം നമുക്ക് കണ്ടാലോ? കാണാം. 2 വിശുദ്ധരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറിയച്ചൻ. ഈ റൗണ്ടിൽ ആരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് തോപിത്ത് ചൂസ് ചെയ്യുന്നത്? വിശുദ്ധ ചാവറച്ചൻ എടുക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ ചാവറിയച്ചൻ എന്ന് പറഞ്ഞത്? എൻ്റെ ചേട്ടൻ CMI സന്യാസ സമൂഹത്തിലാണ് ഇപ്പം പഠിക്കുന്നത്. സെമിനാരിൽ പോയതാണ്. അപ്പം ചാവറച്ചൻ്റെ അടുത്തൊരു പ്രത്യേക ആ ചോദ്യം കണ്ടാലോ? കാണാം. ചാവറയച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചത് ആരിൽ നിന്ന്? മോൺസിഞ്ഞോർ സ്റ്റബിലിനി മെത്രാനിൽ നിന്ന്. ഉറപ്പാണോ? ഉറപ്പാ. ആ ഉറപ്പിൽ ചെറിയൊരു സംശയമുള്ള പോലെ. ആ ഉറപ്പാ. ഒന്നുകൂടി ആലോചിക്കാൻ സമയം വേണോ? അത് തന്നെ. ആൻസർ നോക്കിയാലോ? ഉത്തരം മോൺസിഞ്ഞോർ സ്റ്റബ്ലിനി മെത്രാനിൽ നിന്നാണ്. കറക്റ്റ് ആണ്. എന്തായാലും ഈ റൗണ്ടിന്റെ സമ്മാനം അങ്ങ് കൊടുത്തേക്കാം നമുക്കല്ലേ? തോപിത്ത് അടുത്ത ക്വസ്റ്റ്യന് വേണ്ടി റെഡി ആവുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങളെ കാത്ത ഒരു ചോദ്യം, ഓഡിയൻസ് റൗണ്ട് ആണ്. വേഗം ഉത്തരം പറയുക, പ്രേക്ഷിത വാഹനയിൽ നിന്നും സമ്മാനവുമായിട്ട് പോവുക. നമ്മുടെ ഓഡിയൻസിനായിട്ടുള്ള 2ാമത്തെ ചോദ്യം ഇതാണ്. വിശുദ്ധ യൂദാ തദേവുസിന്റെ കപ്പേളയ്ക്ക് ആവശ്യമായ സ്ഥലം ദാനമായി നൽകിയത് ആര്? ഒരു പ്രാവശ്യം ചോദ്യം ചോദിച്ചപ്പോഴേക്കും അവിടെ നമ്മുടെ ചേട്ടൻ കൈപൊക്കി. ഒരു ചേട്ടനാണ് കൈപൊക്കി, ചേട്ടനാണ് ആദ്യം കൈപൊക്കിയത്. അപ്പൊ ചേട്ടനെ വിളിച്ചാലോ? എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. കാരണം ഓരോ ആളുകളും മാറി മാറി കൈപൊക്കുന്നുണ്ട്. എല്ലാവരെയും വിളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ആദ്യത്തെ ആള് പറയുന്ന ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് ബാക്കി ചാൻസ് കൊടുക്കാം. അതെ, എന്നാ ആദ്യം കൈപൊക്കിയ നമ്മുടെ ചേട്ടൻ ഓടി പ്രേക്ഷിത വാഹന്റെ അടുത്തേക്ക് വായോ. പതിയിൽ കുട്ടപ്പൻ ചേട്ടൻ, പതിയിൽ തോമസ്. വേറെ ഏതെങ്കിലും ഉത്തരമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉത്തരം പറഞ്ഞാലോ? അതെ, ഉത്തരം പതിയിൽ തോമസ്. ശരി ഉത്തരമാണ്. ഒരു കയ്യടി കൊടുക്ക് നമ്മുടെ ചേട്ടന്. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം. ചേട്ടനുള്ള സമ്മാനം കൊടുത്തേക്കാം. തോപിത്തിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, ചേട്ടൻ, അനീതി. അവരൊക്കെ എന്താ ചെയ്യുന്നേ? പപ്പ മ്യൂസീഷ്യനാണ്, അമ്മ ഹൗസ് വൈഫ് വീട്ടിൽ തന്നെ. ചേട്ടനിപ്പം സെമിനാരി പഠിക്കുന്നു, അനീതി 6ലോട്ട്. എനിക്ക് തോന്നുന്നു പപ്പ മ്യൂസീഷ്യൻ ആണെന്ന് പറഞ്ഞല്ലോ. പപ്പയായിരിക്കും കൂടുതലും ഗിറ്റാറിലേക്കുള്ള ആ ഒരു വഴി വെട്ടി തെളിച്ചതല്ലേ? ആണോ? അതെ അതെ, സപ്പോർട്ടാ. എത്ര വർഷമായി ഗിറ്റാർ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 3 കൊല്ലം പഠിച്ചു. പിന്നെ കുറച്ചാൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് പോയി, ഗിറ്റാർ ക്ലാസ്. കൊറോണ വന്നപ്പോൾ പിന്നെ നിർത്തി. ഗിറ്റാർ തുടങ്ങി തന്ന അല്ലെങ്കിൽ ഗിറ്റാറിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് ആരാ? പപ്പ തന്നെയാണോ? അല്ല, പുറത്തു പോയി പഠിക്കാണ് ചെയ്തത്? ജോബി സാറ്. ഇപ്പൊ വീട്ടില് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ഡെയിലി ചെയ്യാറുണ്ട്. എന്നും ചെയ്യുന്നുണ്ട്? അന്ന് ചെയ്യാറുണ്ട്. വെറുതെ ആണോ അത്ര അടിപൊളിയായിട്ട് ചെയ്തത്? അതെ, എന്നാൽ ജനറൽ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോകാം. തോപത്തിനുള്ള ചോദ്യം ഇതാണ്. ചക്കിട്ടപ്പാറ ഇടവകയിൽ സേവനം ചെയ്ത വൈദികരുടെ പേര് 1 2 അറിയാവുന്നത് പറഞ്ഞാൽ മതി. ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ, വിൻസെന്റ് കണ്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇനി ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ആ സമ്മാനം കൊടുത്തേക്കാം. ജനറൽ ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമായി പോയോ തോപിത്ത്? ഇച്ചിരി എളുപ്പമായി. 4 റൗണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ തോപിത്ത് സമ്മാനം മേടിച്ചതല്ലേ. ഈ റൗണ്ട് ഒരു ഇച്ചിരി സിമ്പിൾ ആയാലും കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോ ഇത് കുറച്ച് ടഫ് ആയിരുന്നെങ്കിൽ കൂടെ തോപിത്ത് എന്തായാലും പറഞ്ഞാലേ. കാരണം നമ്മൾ ഏത് ചോദ്യം ചോദിക്കുമ്പോഴും തോപിത്ത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ തോപിത്തിന് സമ്മാനം കൊടുക്കാം നമുക്ക്. തോപിത്ത് ആ സമ്മാനങ്ങളുമായി നമ്മുടെ പ്രേക്ഷിത വാഹനയിൽ നിന്ന് താഴത്തേക്ക് പോന്നോളൂ. തോപത്തിനുള്ള മെമന്റോയും
പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ഇനി ലഭിക്കുന്നതാണ്. നല്ലൊരു കൈയടി നമുക്ക് തോപിത്തിന് കൊടുക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും 7 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞാണ് തോപിത്ത് നിൽക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് തോപിത്തിന്റെ പേരൻസിനെ കൂടെ ക്ഷണിച്ചാലോ? അപ്പൊ തോപിത്തിന്റെ പേരൻസിനെ വളരെ സ്നേഹത്തോടെ ഞാൻ പ്രേക്ഷിത വാഹിനിക്കടുത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാണ് തോപിത്ത് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ തോപിത്ത് ഗിറ്റാർ വായിച്ചു പറഞ്ഞായിരുന്നു പപ്പേനെ പറ്റിയിട്ട്. പപ്പയാണ് ഒരു മാതൃകയായിട്ട് തോപിത്തിൽ നിന്നിട്ടുള്ളതെന്ന്. എന്താണ് ഈ അവസരത്തിൽ പറയാൻ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഈ മിഷൻ ദൗത്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. അപ്പൊ തോപിത്ത് എല്ലാ സമ്മാനങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ പ്രേക്ഷിത വാഹനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മുടെ 4 പാർട്ടിസിപ്പൻസിൽ 2 പാർട്ടിസിപ്പൻസും നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്നും പോയിരിക്കുന്നത്. ഇനി നമുക്ക് 2 പാർട്ടിസിപ്പൻസ് കൂടിയില്ലേ? 2 പേരൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. പ്രേക്ഷിത വാഹിനിയിൽ നിറയെ സമ്മാനങ്ങളുമുണ്ട്. പക്ഷേ ഇന്നത് പറ്റില്ല അല്ലേ? നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണ്ടേ? ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ അത്രമേൽ സുന്ദരമെങ്കിൽ അവർ നടക്കുന്ന വഴികളും അത്രത്തോളം തന്നെ സുന്ദരമായിരിക്കും. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്.